ഞങ്ങൾ രണ്ടും ചക്കരയും പീരയും കൂടെ പോലെ ഇവിടെ നടന്നതല്ലേ കുറേ കാലം. ആ നടന്നിട്ട് എന്നോട് എന്തിനാണ് പണങ്ങിയത്? പണങ്ങാൻ ഞാൻ വല്ല കാര്യം ചെയ്തോ സതീശനോട്? പക്ഷേ സതീശൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് എന്നോട് പിണങ്ങേണ്ടത് പുള്ളിയുടെ ആവശ്യമായിരുന്നു. പുള്ളിയുടെ നാക്ക് ലീഗ് വാടകയ്ക്കെടുത്തു. കോൺഗ്രസിനകത്ത് സതീശന് പ്രസക്തിയില്ല. അപ്പോൾ പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ലീഗിൻ്റെ പിൻബലം വേണം. ആ ലീഗിൻ്റെ പിൻബലം വേണമെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രഗത്ഭമായി അദ്ദേഹം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ലീഗിൻ്റെ പിൻബലം കിട്ടി. അതല്ലേ അവസാനമായിട്ട് പറഞ്ഞില്ലേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഹൈക്കമാൻഡാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ന് ലീഗ് നേതാക്കന്മാർ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? സതീശനെയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ആരാണ്? കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ലീഗ് നേതാവായി മാറി. ഈ പറച്ചിൽ തന്നെ അവരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എങ്ങും താങ്ങായി തണലായി ലീഗ് കൊണ്ടു നടക്കുന്നത് സതീശനെയാണ്. എന്തിന്? കാരണം അവർക്കൊരു വക്താവായി ഒരാളെ വേണം. അതിന് സതീശന് ഒരു ബഹുജന പിൻബലമില്ല, കോൺഗ്രസിനകത്ത് പിൻബലമില്ല. ഇത്തവണ തന്നെ ഞാൻ പറയുന്നു സതീശൻ ജയിച്ചേക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ജനകീയ പിന്തുണ സതീശന് ഇവിടെ കിട്ടുകയില്ലെന്ന് ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ച് നോക്കൂ. റിസൾട്ട് വന്നപ്പോൾ അത് നിങ്ങൾ എണ്ണീട്ട് എന്നെ ഒന്ന് വിളിച്ചോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കിട്ടിയോ ഇപ്പോഴും? കാരണം ലീഗിൻ്റെ ഒരു വക്താവായി നാവായി മാറിയത് അദ്ദേഹത്തെ കുറ്റം പറയില്ല. നിലനിൽപ്പിന് വേണ്ടി, ഈ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പറയേണ്ടതിന് പകരം എന്തെല്ലാം വേദനിപ്പിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കുവാനും സമുദായത്തെ ദ്രോഹിക്കുവാനും എന്തെല്ലാം പറഞ്ഞു. ആർക്കു വേണ്ടി? സതീശന് വേണ്ടി. നിലനിൽപ്പിന്, രാഷ്ട്രീയത്തിന് നിലനിൽപ്പിന് ലീഗിൻ്റെ പിന്തുണ കിട്ടുവാൻ സമുദായത്തെ ഏറെ ദ്രോഹിച്ചു.